എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയെപ്പോലെ ഭൗതിക സാഹചര്യങ്ങളിൽ യേശുവിനെ ഇടപെടുത്തി ആരുമില്ല. കാനായിലെ കല്യാണ കുടുംബത്തിലെ അപമാനകരമായൊരവസ്ഥയെ അമ്മ അഭിമുഖീകരിച്ചുകൊണ്ട് ഈശോയെ അതിൽ ശ്രദ്ധ ക്ഷണിച്ചതാണ്. അവർക്ക് വീഞ്ഞില്ല. ആ അമ്മ തന്നെയാണ് ദൈവവേദനെ ഇപ്പോഴും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് ഇപ്പം നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയാണ് ദൈവവേദനെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത്. അമ്മേ, അങ്ങയുടെ മക്കളെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ ജപ്തി നടപടി നേരിടുന്ന മക്കളുണ്ട് ഈശോയെ. ഈ ആഴ്ച എങ്ങനെയാണ് തല്ലിപ്പിഴച്ച് പോകണമെന്നൊരു ഐഡിയയും ഇല്ലാതെ കടക്കാർ എപ്പോഴും ശല്യപ്പെടുന്ന വീടുകളുണ്ടമ്മേ. അവർക്കെല്ലാം ഈ ആഴ്ചയിൽ സമാധാനം കിട്ടാൻ ഇടയാക്കണമേ. ബാങ്കുകാർ പലപ്പോഴും പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വീടുകളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടുക എന്നൊരു ഐഡിയ ഇല്ല. അമ്മേ, എല്ലാ ആശയങ്ങളും കൊടുത്ത അമ്മ ഇവിടെ മക്കളെ വിടേണ്ടത്. അവർ കണ്ണീരോടെ ഓടി വന്നിരിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥം വഹിക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ 10,000-ങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും മധ്യസ്ഥം വഹിക്കുന്ന അമ്മേ. കുടുംബം തകർന്ന കുടുംബങ്ങളുണ്ട്. ജീവിത പങ്കാളി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ കേസ് കൊടുക്കാൻ പോണെന്ന് കേട്ടു. ഞാനിവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ് ഓർത്തിട്ട് ജീവിക്കാനും തോന്നണില്ല, മരിക്കാനും തോന്നാത്ത അവസ്ഥ. അമ്മേ, ഈ നിമിഷം അതെല്ലാം കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരുണ്ട്, ഉള്ള ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, ഉള്ള ആസ്തിയേക്കാൾ കൂടുതൽ കടമുള്ളവരുണ്ട്. ഇനി വെള്ളപ്പാട് ചുട്ട് മനുഷ്യനൊന്നും അറിയാത്ത സ്ഥലത്ത് പോയി അഭിമാനത്തോട് ജീവിക്കണം. ഇവിടെ അഭിമാനത്തോട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ള വല്ലാത്ത വേദനപ്പെട്ടവരാണ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന, ഹല്ലേലൂയ, പരമോന്നത യേശുവേ, ഹല്ലേലൂയ, തിരുമുൻപിൽ അറിവോടെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു തിരുമുൻപിൽ അറിവോടെ നോക്കണമേ. വീണ്ടും അവനുമാകുക. ദൈവസാന്നിധ്യം തളങ്കെട്ട് നിൽക്കേണ്ട സമയമാണ്. എൻ്റെ ദൈവവേദന ഇപ്പോഴേ ഈ ഹോള് മുഴുവനും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പോൾ നീ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകുന്ന സ്വർഗീയ നിമിഷമാണെന്ന് പരിശുദ്ധ അമ്മ ഓർപ്പിക്കുന്നു. ദൈവത്തിലെ ചിലപ്പോൾ ഒരു ചെറിയ കടയാണുള്ളത്, ചിലപ്പോൾ ഒരു ഹോട്ടലാണുള്ളത്, ചിലപ്പോൾ റെസ്റ്റോറൻ്റാണ്. പക്ഷെ കച്ചവടം ഇല്ലാത്തവരുണ്ട്, കടങ്ങൾ പോയവരുണ്ട്, വാടക പോലും കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, വാടകക്കാർ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തവരുണ്ട്, ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നവർ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടേക്ക് വാങ്ങിച്ച കാശ് കൊടുക്കാനില്ലാത്തവരുണ്ട്. എല്ലാം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരിയേറെ മക്കളെ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധി അവരെല്ലാം സമർപ്പിക്കുന്നു. ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് ഏജൻറ്റിനെ കുറിച്ച് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തവരുണ്ട്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. വീട്ടിലെ പരുവക്കേട് കാരണം ഉള്ള രോഗങ്ങൾ വീട്ടിൽ പറയാതെ പാത്ത് നടക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടമാണമ്മേ. വീട്ടിലെ പരുവക്കേട് കാരണം രോഗം ഉള്ളത് മക്കളോടും ഭർത്താവിനോടും പറയാതെ നടക്കുന്ന അമ്മമാരുണ്ട്. എല്ലാവരും അമ്മേ, എല്ലാവരെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ കാര്യത്തിൽ മനുഷ്യനും ഭൗതിക ജീവിത സാഹചര്യവും പരാജയപ്പെട്ടിരിക്കുന്നു.
അമ്മ എല്ലാവർക്കും വേണ്ടിയും മധ്യസ്ഥം വഹിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണം തന്നെ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരന്തം ഉണ്ടായിരിക്കുന്നു. ജീവിതം തന്നെ ദുരന്തമായി മാറിയിരിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിൽ, അറിവോടെ നോക്കണമേ. ഒരുമിച്ച് ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിൽ, അറിവോടെ നോക്കണമേ. വലത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണുകളടച്ച് അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പഠനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചുള്ളൂ, അതിന് ഓട്ടിസമായിപ്പോയി. ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ധൈര്യമില്ല, അതും ഇങ്ങനെയായി പോകുമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുന്നവരെ അവർക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വലതുകരം എല്ലാ കുടുംബങ്ങളിലും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേസുള്ളവരെ, കേസിൻ്റെ സാക്ഷി വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ആ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നവർ, അമ്മ തന്നെയായിരിക്കണം ജഡ്ജി. അങ്ങയുടെ മക്കളെ ഇനി കണ്ണീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകാതിരിക്കാൻ വിധി പറയാൻ വെച്ചിരിക്കുന്ന എല്ലാം, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന. വിസ നഷ്ടപ്പെട്ടവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്, അനധികൃതമായി താമസിച്ചിട്ട് ഗവൺമെൻറ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരെവിടെ പോകാനാണ്? അവിടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുകയാണ്. അവർക്കൊരു ഒരിടവും പരിയോടവും ഇല്ലാതെ അവർ നട്ടം തിരികെയാണ്. അവരെല്ലാം അമ്മ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു. വഴിമുട്ടിപ്പോയ മക്കള് അവരെല്ലാം സ്പർശിക്കണം. ഭാഗോടമ്പടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം കൈകാര്യം ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാനായപ്പോൾ മക്കളും ഭാര്യയുമായിട്ട് ജീവിക്കാനായപ്പോൾ ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലും ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ അവിടെ ഓഹരിയും കിട്ടി, അവർക്ക് മുടക്കുമില്ല, അവരെ രക്ഷപ്പെട്ടു. ഇനി എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. സ്വരത്തി കൈ ഉയർത്തി പറഞ്ഞേ, മക്കളെ, എൻ്റെ എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവസ്നേഹത്തോടെ അണയുന്നു തിരുമുൻപിൽ, അറിവോടെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു തിരുമുൻപിൽ, അറിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി കർത്താവിനെ ഓർത്ത് സമർപ്പിതരാകാം. നമ്മെ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പലരും വലിയ പണമെടുത്ത് മുടക്കിയും കടം വാങ്ങിച്ചൊക്കെ പഠിച്ചിട്ട് അവർക്കിപ്പോൾ ഒന്നും മനസ്സിലാവണില്ല. ഇട്ടച്ചും പോരാൻ തോന്നണില്ല. വീട്ടുകാരുടെ കണ്ണുനീര് ഓർത്തിട്ട് ഇട്ടച്ചും പോരാൻ തോന്നണില്ല. പഠിക്കാൻ പറ്റണമില്ല. അങ്ങനെ വല്ലാത്ത വീർപ്പ് മുട്ടൽ ജാപിക്കുന്നവർ ഈ നിമിഷം കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധരേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അനുകൂലേ നോക്കണമേ. ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് നിമ്മി വർഗീസ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് OET പരീക്ഷ 10 തവണ എഴുതി. ആദ്യത്തെ 3ാമത്തെ തവണ തന്നെ എനിക്ക് സബ്ജക്റ്റുകൾ കിട്ടിയെങ്കിലും സ്പീക്കിങ്ങിന് മാത്രം 340 എല്ലാ വട്ടവും കിട്ടാറ്. ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം എക്സാം എഴുതാൻ തുടങ്ങി. 7 തവണ വീണ്ടും എഴുതി. 10 തവണ എഴുതിയിട്ടും സ്പീക്കിങ്ങിന് 340 തന്നെ വന്നു നിന്നു. എൻ്റെ ആദ്യത്തെ സ്കോറ് വാലിഡ് അല്ലാതായി. ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധനയാലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്ത് നിബന്ധനകളൊന്നും ശരിയായി പാലിച്ചിരുന്നില്ല. ഞാൻ എക്സാം എഴുതി. എക്സാമിൽ വീണ്ടും 340 തന്നെ വന്നു നിന്നു. എനിക്ക് വളരെ നിരാശയായി. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. ഞാൻ വീണ്ടും ഉടമ്പടി നന്നായി ചെയ്യാൻ തുടങ്ങി. ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് മറക്കാനും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും തുടങ്ങി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പിന്നീട് ഉടമ്പടിയിൽ ജീവിച്ചിരുന്നത്. എനിക്ക് ഈശോയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എങ്കിലും ഞാൻ 2 എക്സാമിന് ഒന്നിച്ച് ഡേറ്റ് എടുത്തിരുന്നു. ഞാൻ അതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ആദ്യത്തെ എക്സാമിൽ സ്പീക്കിങ്ങിൽ എനിക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കിട്ടിയത്. അതിന് ഞാൻ നന്നായി സ്പീക്കിങ്ങിൽ സംസാരിച്ചു. വളരെ കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോയിരുന്നു. അതെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ എക്സാം കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ 2ാമത്തെ എക്സാം എനിക്ക് എഴുതേണ്ടതുണ്ട്. അങ്ങനെ 2ാമത്തെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ എക്സാം എനിക്ക് കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. 2ാമത്തെ എക്സാം ഞാൻ എഴുതി. 2ാമത്തെ എക്സാമിൽ സ്പീക്കിങ്ങിന് എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആയിരുന്നു, അറിയാവുന്ന ടോപ്പിക്കായിരുന്നു പോലും എനിക്ക് നന്നായി പറയാനോ ഒരു വാക്ക് പോലും നന്നായി സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. അത് കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ എക്സാമിനെല്ലാം കൊണ്ടുപോയിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പൂശിയിരുന്നു. കാശുരൂപം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ വിതറിയിരുന്നു. 2ാമത്തെ എക്സാം എനിക്ക് കിട്ടില്ലെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതിനാൽ ആദ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ നോക്കി. അതിൽ 340 തന്നെ കിട്ടി. ഞാൻ വളരെ നിരാശയായി. പിന്നെ ഞാൻ എക്സാമിനെ പറ്റി ചിന്തിച്ചില്ല. 2ാമത്തെ റിസൾട്ട് കിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു. എൻ്റെ കൂട്ടുകാരാണ് എപ്പോഴും റിസൾട്ട് വരുമ്പോൾ എന്നോട് വിളിച്ച് പറയാറ്. 2ാമത്തെ റിസൾട്ട് വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അകത്ത് തന്നെ ഞങ്ങൾക്ക് ചാപ്പലുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റിസൾട്ട് വന്നതറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ചാപ്പലിലേക്ക് പോയി.
അവിടെ മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ റിസൾട്ട് തുറന്നു. 347 വട്ടവും കിട്ടിയ എനിക്ക് 380 ഒന്നും പറയാത്ത ഒരു എക്സാമിന് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തളർന്നിരുന്നു പോയി. എനിക്ക് അമ്മയുടെ ഒരു സാക്ഷ്യം പറയണമെന്ന് മാത്രമേ ഞാൻ പിന്നീട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വളരെ സന്തോഷമായി. എനിക്ക് പിന്നീട് അങ്ങ് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാർ മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖാന്തരം ഞാൻ അറിഞ്ഞു ന്യൂസിലാൻഡിലേക്കുള്ള നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ക്ലോസ് ആയേക്കാണ്. ജോലി അവിടെ ആർക്കും കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു വരുവാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വീണ്ടും നിരാശയില്ല. എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ അമ്മയുടെ അത്ഭുതം എങ്ങനെയാണെന്ന് ധൈര്യത്തോടെ നിന്ന് പറയാനുള്ള ഒരു സാക്ഷ്യം എനിക്ക് കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ന്യൂസിലാൻഡിൽ പോയി. എനിക്ക് അവിടെ ഒരു എക്സാം എഴുതണമായിരുന്നു. ഞാനവിടെ എക്സാം എഴുതി ധൈര്യത്തോടെ. അതിനു മുമ്പ് എക്സാമിനെല്ലാം പേടിയോടെ കണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ എക്സാം എല്ലാം പാസ്സാവുകയും എല്ലാം ധൈര്യത്തോടെ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. ഞാൻ എക്സാം കഴിഞ്ഞു, നാട്ടിൽ തിരിച്ചു വന്നു, ജോലിക്ക് അപേക്ഷിക്കാൻ തുടങ്ങി. 500ഓളം ആപ്ലിക്കേഷൻസ് ഞാൻ അപേക്ഷിച്ചു. ഒന്നിനും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. എല്ലാം റിജക്ഷൻ മാത്രം കിട്ടി. അറിയില്ലാത്ത ആളുകളോട് പോലും വിളിച്ച് സഹായങ്ങൾ ചോദിച്ചു. ഞാൻ സഹായം ചോദിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മ തന്ന റിസൾട്ടാണ്, അമ്മ തന്നെ എനിക്കിതിനൊരു മാർഗം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആരോടും അപേക്ഷിക്കില്ല, ഞാൻ ആരോടും സഹായം അഭ്യർത്ഥിക്കില്ല എന്നുള്ളത്. അതും കൂടെ എന്നെ എളിമപ്പെടുത്താൻ അമ്മ ഇതിലൂടെ സാധിച്ചു. ഞാൻ സഹായം ചോദിച്ചു എങ്കിലും ആരും ചെയ്തവരുണ്ട്. പക്ഷേ പലരുടെയും മുഖങ്ങൾ എനിക്ക് അതിലൂടെ മനസ്സിലായി. അമ്മ മാത്രമാണ് എന്നെ സഹായിച്ചത്. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 29, 2025 ജാനുവരി 29 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ ഡേറ്റ് ഫെബ്രുവരി 6 ആ ദിവസം എനിക്ക് 3 ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് 5 ദിവസത്തിന് ശേഷം എനിക്ക് പുതിയ 3 ഇൻ്റർവ്യൂ കോൾസ് വന്നു. അതിലെല്ലാം സ്പോൺസർഷിപ്പ് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ 3ലും സ്പോൺസർഷിപ്പ് ഇല്ലാത്തതായിരുന്നു വന്നിരുന്നത്. അതിലാദ്യത്തെ തന്നെ അവർ തന്നെ റിജക്റ്റാക്കി. 2 ഉണ്ടായിരുന്നു. അതിലും ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല. അതിൽ അവർ ആപ്ലിക്കേഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതാണെന്ന്. ഞാൻ എന്നാലും അവരെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എലിജിബിൾ അല്ല, എനിക്ക് വിസ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിസ ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനതിൽ പാസ്സായി. ഞാനൊരിക്കലും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന്. എന്ന് വെച്ചാൽ അത് ഒരു അത്യാഗ്രഹമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഏതെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഏജ്ഡ് കെയറിലാണ് എല്ലാവർക്കും ജോലി കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലൈ ചെയ്തതെല്ലാം ഏജ്ഡ് കെയറിലായിരുന്നു. പക്ഷേ ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് ഗവൺമെൻറ്റിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി തന്നു. അടുത്ത മാസം എനിക്ക് പോവാൻ വിസ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ പേഷ്യൻസ് അല്ലാതെ ബാക്കിയുള്ളവർക്കും സഹായം ചെയ്യുകയും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുകയും പിന്നെ എന്നാലാവത് വിധം പൈസയാലും ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുർബാന എന്നുള്ളത് ഞായറാഴ്ചകളിൽ മാത്രം പറ്റിയാൽ കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാന കൂടിയില്ലെങ്കിൽ ഒരു ഉറക്കം വരാത്ത ഒരവസ്ഥയിലേക്ക് എനിക്ക് മാറിയിരിക്കുന്നു. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇനിയും ചെല്ലുന്ന സ്ഥലത്ത് എന്നും കുർബാന കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമേ എന്ന്. മനസ്സിൽ ഒത്തിരി ആളുകളോട് ക്ഷമിക്കാൻ കഴിയില്ലാതെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കാനും
ദേഷ്യം കുറയ്ക്കാനും എല്ലാം ഉടമ്പടിയിലൂടെ സാധിച്ചു. പത്രം ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി എല്ലാവരോടും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറ്. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, കൃപാസന അമ്മയെ നന്ദി. എൻ്റെ പേര് ശാന്തി പ്രകാശ്. ഞാൻ വരുന്നത് എടത്വ തലവടി ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് പ്രകാശ്, മക്കൾ 2 പേര്. ഇതെൻ്റെ അമ്മയുടെ സഹോദരിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 20/8/2022 അന്ന് ഞാൻ വരുന്നത് എൻ്റെ ഹസ്ബൻഡിന് 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് ജോലിയും വരുമാനവും ഒന്നുമില്ല, വിഷമിക്കുന്ന സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയുന്നതും വന്ന് 1 വർഷത്തിനകം എൻ്റെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് പോകുവാനും 1 വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്തു. തിരിച്ചിപ്പോൾ നാട്ടിൽ വന്നിട്ട് 11 മാസമായി. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് നാളെ പോകാനുള്ള ടിക്കറ്റെല്ലാം റെഡിയായിരിക്കുകയാണ്. മൂത്ത മകന് 6 മാസം പ്രായം ആയപ്പോൾ മുതൽ തുടങ്ങിയതാണ് തുമ്മലും അലർജിയും ശ്വാസം മുട്ടലും ഒക്കെ. ഇവിടെ വന്ന് ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവന് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അവന് 3 വർഷമായിട്ടുണ്ടായിരുന്ന പെടലി വേദനയും തലവേദനയും കാരണം അവന് സ്കൂളിൽ പോകാൻ സാധിക്കുകയില്ലായിരുന്നു. അവന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ്റെ പൂർണ്ണമായിട്ടും അവന് അസുഖങ്ങളെല്ലാം മാറുകയും അവന് സ്കൂളിൽ പോയി തുടങ്ങി നല്ല മാർക്കോടുകൂടി തന്നെ അവന് +2 പാസ്സാകാനും സാധിച്ചു. അവനിപ്പോൾ ഡിഗ്രി 2nd ഇയറാണ്. 18 വയസ്സായപ്പോൾ തന്നെ അവനും വന്ന് അവനെക്കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. അവനും ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ്. ഞങ്ങൾ എല്ലാവരും എന്നും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയോട് ചോദിച്ച് ജപമാല ചൊല്ലാൻ പഠിച്ചു. എന്നും സന്ധ്യാപ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയോടെ തന്നെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും ജപമാല ചൊല്ലുവാനും. ഇത് എൻ്റെ അമ്മയുടെ സഹോദരിയാണ്. അമ്മ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മ ടെസ്റ്റ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ രോഗം പൂർണ്ണമായിട്ടും ഭേദമായി. ഞാൻ അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് അമ്മയ്ക്ക് ഞാൻ കൊണ്ട് കൊടുക്കും എപ്പോഴും. അതുപയോഗിച്ച് അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി ധ്യാനം ലൈവായി തന്നെ കൂടുകയും ഞങ്ങൾ 4 പേരും കൂടിയാണ് പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഇവിടെ വരികയും ഉടമ്പടി ധ്യാനം ലൈവായിട്ട് കൂടുകയും ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ മക്കളെയും കൂട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ പത്രം കൊടുക്കാൻ പോകുന്നതും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പത്രം കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡ്, എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൃപാസന അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. ഞങ്ങളിന്നും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബൈബിൾ വചനം സങ്കീർത്തനങ്ങൾ 91 എന്നും പറഞ്ഞു പ്രാർത്ഥിക്കും. ഏഷ്യ 45:2-3, പ്രഭാഷൻ 33:16-17 എല്ലാം പറഞ്ഞാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ മാറ്റങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ 5 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന കാലിൻ്റെ മുട്ടുവേദന, ഞാൻ ചെറുപ്പമാണ്, എന്നിരുന്നാലും എനിക്ക് മുട്ടുകുത്തി നിൽക്കുവാനോ എനിക്ക് കുറച്ച് ദൂരം നടക്കുവാനോ സാധിക്കുകയില്ലായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് മുട്ടുകുത്തി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കാലിൻ്റെ മുട്ടിൽ പുരട്ടി പ്രാർത്ഥിച്ച് ഞാനിപ്പം മണിക്കൂറുകൾ പള്ളിയിൽ പോയാലും മുട്ടുമേ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മുട്ടുവേദന മാറി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ഈ 3 വർഷവും അടുപ്പിച്ച് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പങ്കെടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു, ഞാൻ എങ്ങനെ നടക്കും എന്നുള്ളത്. ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ ഓടിയാണ് ഞാൻ അർത്തുങ്കപ്പള്ളിയിൽ ചെന്നത്. അത്രയ്ക്ക് എനിക്ക് ഒരുപാട് വലിയ മാറ്റങ്ങളാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത്. കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ ഞാനും മകനും 20-ാം നമ്പർ പോയിന്റിൽ വാളണ്ടിയറായിട്ട് നിന്നു. ഈ വർഷവും ഞാനും മകനും വാളണ്ടിയറായിട്ട് നിൽക്കാൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ മകനും ഹസ്ബൻഡും കഴിഞ്ഞ വർഷം റാലിയിൽ പങ്കെടുത്തു. ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. എപ്പോഴും ഈശോയോടും അമ്മയോടൊപ്പം ആയിരിക്കുവാനും
നിത്യതയിൽ ഈശോയോടൊപ്പം ആയിരിക്കുവാനും ഈശോയുടെ തിരുരക്തത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷിയാക്കണമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ അമ്മ മാതാവ് അടുത്ത് വരുമ്പോൾ നല്ല മുല്ലപ്പൂ മണമാണ്, സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട്. അമ്മയുടെ ഈശോയുടെയും വെളിച്ചം, നല്ല പ്രകാശം ലഭിച്ചിട്ടുണ്ട്. അമ്മയോടും ഈശോയോടും ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടുമാണ്. ഞങ്ങൾക്ക് ഈശോയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടി തരണമേ എന്നാണ് കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി, ഞങ്ങൾ പത്രം കൊടുക്കാൻ പോകുന്ന ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ, ഞങ്ങളുടെ കയ്യിൽ അന്നേരം എന്താണോ ഉള്ളത് പൈസ, അത് ഞങ്ങൾ കൊടുത്ത് സഹായിക്കും. പിന്നെ പൊതിച്ചോറ്, അത് ഞങ്ങൾ 4 പേരും കൂടിയാണ് പൊതിച്ചോറ് തയ്യാറാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നത്. അതിൽ മക്കളെയും ഞാൻ കൂട്ടും, അവരും അറിയണം എല്ലാ കാര്യങ്ങളും. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം അവരും അറിയണം. അതുകൊണ്ട് അവരെയും കൂട്ടും പൊതിച്ചോറ് കൊടുക്കുവാനും എല്ലാം. ഹോസ്പിറ്റലിൽ കൊണ്ട് പൊതിച്ചോറ് കൊടുക്കും, പൈസ കൊടുക്കും. പിന്നെ വഴിയരികിലിരിക്കുന്ന ആർക്കാണ് ഒരു സഹായം വേണ്ടത്, ഒരു ചായ കുടിക്കാനുള്ള പൈസ അതാണ് കയ്യിലുള്ളതെങ്കിൽ അത് കൊടുത്ത് സഹായിക്കും. ഇന്നവരെന്നൊന്നുമില്ല, ആരെ കണ്ടാലും ഞങ്ങൾ സഹായിക്കും. ആർക്കാണോ സഹായം അവരെയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ നല്ല ദേഷ്യമുള്ള ആളായിരുന്നു. ഇവിടെ വന്ന് അമ്മയോട് കൂടെ പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവിൻ്റെ ചിരിയാണ് എനിക്ക് തരേണ്ടത്, അമ്മയുടെ സ്നേഹമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കേണ്ടത്. ഈശോയുടെ തിരുഹൃദയം പോലൊരു ഹൃദയം എനിക്കും തരണം. എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എപ്പോഴും സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ളൊരു മനസ്ഥിതി എനിക്ക് തരണമെന്നാണ് പ്രാർത്ഥന. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോ ജീവിത മാറ്റം കണ്ട് ഓരോരുത്തരും ചോദിച്ചു തുടങ്ങി. ഞാൻ 7 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. പിന്നെ ധാരാളം പേരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരും. അതുപോലെ തന്നെ കൂടെ വരുന്നവരെല്ലാം ഞങ്ങൾ ചിലവെടുത്ത് തന്നെ കൊണ്ടുവരും. അവർ പൈസ തരാൻ പാവങ്ങളാണ്, എന്നിരുന്നാലും പൈസ തരാൻ സഹായത്തിൽ ഞാൻ പറയും വേണ്ട എന്ന് പറഞ്ഞ് അവരെയും കൊണ്ടുവന്ന് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്താണ് പോകുന്നത്. എനിക്കതിനുള്ള കൃപ തന്നത് കൃപാസന അമ്മയും ഈശോയും അപ്പായുമാണ്. 50 നോയമ്പ്, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ 50 നോയമ്പ് ഞാനും മക്കളും കൂടി ഒന്നിച്ചാണ് എടുത്തത്. ഞങ്ങൾ ബുധനാഴ്ച ഞങ്ങൾ ഉപവാസം എടുക്കും. ഞാൻ രാവിലെ ഒരു നേരം ആഹാരം ഞാനും മക്കളും എടുക്കും, മൂത്ത മോനും എടുക്കും. അവനും രാവിലത്തെ ആഹാരം വെറുത്താണ് അവന് കോളേജിൽ പോകുന്നത്. ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കും. 50 നോയമ്പ് ഞാനും മക്കളും എടുക്കും. ഞങ്ങളെല്ലാ നോയമ്പും കാര്യങ്ങളും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് എടുക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നന്ദി. കൃപാസനത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ അച്ഛനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ 38 വർഷത്തെ പൗരോഹിത്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൃപാസനം അമ്മയും ഈശോയും അപ്പായുമാണ് ഞങ്ങളുടെ ദൈവം. അമ്മ മാതാവേ, ഞങ്ങളുടെ ആയുസ്സുള്ളത്തോളം കാലം അവിടുത്തെ മക്കളായി ജീവിക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.